അറിവിന്റെ കാറ്റിനെ പരിശുദ്ധമായി പഠനത്തിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു തലമുറയാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടത്. അതിനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു തലമുറയാണ്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടെന്ന് പറയുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം പറയുന്നതിനെ വിശ്വസിക്കുന്ന, അതിനനുസരിച്ച് സ്റ്റെപ്പ് വെക്കുന്ന ഒരു തലമുറയെ ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണം. നിങ്ങൾ ഇതിന് തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങൾ അത്ഭുതം കാണാൻ പോകുന്നു. എന്നിട്ട് യേശുവിനെ പറഞ്ഞേ, ഇത് മാത്രമല്ല, ഇതിലും വലിയത് നിങ്ങളെ കൊണ്ട് ചെയ്യും. എത്ര പേർ തയ്യാറാണ്? ഈ പദക്കാലം എത്ര പേർ പ്രാർത്ഥിക്കുന്നു? യേശുവിൽ നീ ചെയ്തതല്ല, അതിലും വലിയത് ചെയ്യുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കുന്ന എത്ര പേരാണ്? അങ്ങനെയുള്ള അതരങ്ങൾ ഈ പദക്കാലം ചലിക്കട്ടെ. നിങ്ങളുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ, നിങ്ങളുടെ അവസ്ഥകൾ ഒന്നും നടക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കുമ്പോൾ, അടഞ്ഞു കിടക്കുന്ന വഴികൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, അതിനകത്ത് വിശ്വസിക്കാൻ കഴിയുന്നവർ ഹല്ലേലൂയ, ഇല്ല, എനിക്ക് വേണ്ടി വഴികൾ തുറന്നു വരും. എന്റെ കുടുംബത്തിന് വേണ്ടി വാതിലുകൾ തുറന്നു വരും, എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വഴികൾ തുറന്നു വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പകൽക്കാലം അതിനെ ചലിപ്പിക്കാം. അല്പസമയം അതായത് അന്യഭാഷകളിൽ ആരാധിക്കുന്ന അല്പസമയം അന്യഭാഷയിൽ ആരാധിച്ചാണ്. യേശു പറയുന്ന വാക്കിനെ വിശ്വസിക്കുന്നവർ ഈ പകൽക്കാലം ഇതിനകത്തുണ്ടെങ്കിൽ, യേശു പറഞ്ഞു, നിങ്ങളെ കൊണ്ട് വലിയ ചെയ്യിക്കാനാണ് എന്റെ ആഗ്രഹം. ഞാൻ ചെയ്യുന്നത് ചെയ്യാനല്ല, ഞാൻ ചെയ്യാത്ത ചില മണ്ഡലങ്ങളില് എന്റെ മക്കൾ ചവിട്ടി നിൽക്കുന്നത് കാണുവാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു കൊതിയുണ്ടെന്ന് യേശു പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു തലമുറ ഇതിനകത്തുണ്ടെങ്കിൽ പ്രതികരിച്ചവരെ പകൽക്കാലം പറയും, എന്റെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടയപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. എന്നാൽ ഞാൻ വിശ്വാസത്താല് യേശു എന്നോട് പറഞ്ഞത് കൊണ്ട് അതിനോടൊക്കെ പറയും, ഇല്ല പിശാചേ, ഞാൻ ഇനി കാണാൻ പോകുന്നത് അടഞ്ഞു കിടക്കുന്ന വാതിലുകളല്ല, തുറക്കപ്പെടുന്ന വാതിലുകൾ. അതിനകത്ത് ചില മണ്ഡലങ്ങളിലേക്ക് ഞാൻ ചവിട്ടിരിക്കുന്നത് ഞാൻ വിശ്വാസത്താൽ കാണുന്നു. നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കാൻ പോകുന്ന ഇതിനും വലിയ ഈ അത്തി ഉണങ്ങിയത് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾ വളരെ അത്ഭുതത്തോടെ എന്റെ മുമ്പിൽ ആയിരിക്കുന്നു. അവരോട് നോക്കി യേശു പറഞ്ഞു, ഇതിലൂടെ പറഞ്ഞാല് പ്രതികൂലങ്ങൾ നിൽക്കുമ്പോൾ, പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ, ആരും കൂടില്ലാതിരിക്കുമ്പോൾ, ഒരു വഴിയിൽ കാണാതിരിക്കുമ്പോൾ, നിങ്ങൾ കേട്ട ദൈവ ശബ്ദത്തിനനുസരിച്ച് സ്റ്റെപ്പ് വെക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവപ്രവൃത്തികൾ. ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ഈ പകൽ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ മുമ്പിൽ സാഹചര്യങ്ങൾ അടഞ്ഞു കിടക്കുന്നു, വഴികൾ നീ കാണുന്നില്ല. നിന്റെ മുന്നോട്ടുള്ള വഴികൾ നോക്കുമ്പോൾ തുറന്ന് അതിനകത്ത് കയറുവാനുള്ള യാതൊരുവിധ വഴികളോ വാതിലുകളോ സാഹചര്യങ്ങളോ മുഖാന്തരങ്ങളോ നിങ്ങൾ കാണുന്നില്ല. എന്നാൽ ഈ പകലിൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, നിങ്ങൾക്ക് ദൈവ ശബ്ദമില്ലേ? ഹല്ലേലൂയ. വാതിലുകൾ അടഞ്ഞു കിടന്നപ്പോ, ആരും കൂടില്ലാതിരുന്നപ്പോ, നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് തമ്പുരാൻ നിന്നോട് കൽപ്പിച്ച ചില വാഗ്ദത്തങ്ങളില്ലേ, അതിനെ ഈ പകൽക്കാലം നിനക്ക് മുറുകെ പിടിക്കുവാൻ, അതിനനുസരിച്ച് സ്റ്റെപ്പ് വെക്കുവാൻ ഈ പകൽ നീ വരുമെന്നെങ്കിൽ നീ വലിയ കാണാൻ പോകുക, നീ വലിയ കാണാൻ പോകുക. യേശു പറഞ്ഞു, ഇത് വലിയ കാര്യമല്ല, ഈ മലയോട് ചാടി കടലിൽ പോകാന്ന് പറഞ്ഞു, അത് സംഭവിക്കും. നീ അത്തി ഉണങ്ങിയതിനെ നോക്കി അത്ഭുതപ്പെട്ടിരിക്കുന്നു. സഭയോടുള്ള ഒരു പ്രവചനാത്മാവിൽ ഈ പകൽക്കാലം, ഈ 2019 ഞാൻ ഈ പകൽക്കാലം ഇങ്ങനെ വിളിച്ചു പറയും,
ഈ പട്ടണം കാണാത്ത, ഈ പട്ടണത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത, ഈ പട്ടണത്തിൽ അനേകരുണ്ട്. ഈ ദൈവം പറയുന്നു ആ ആളുകൾ എത്ര ഉണ്ട് എന്നതല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയെ അതനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയാണ് യേശുവിന്റെ നാമത്തിൽ ഈ പട്ടണം പറയുന്നു. ഈ പട്ടണത്തില് ഉന്നതന്മാർ പകല് കയറാത്ത ചില മേഖലകളിലേക്ക് ഒരു ഉണർവിന്റെ വാർത്താവായി സ്വർഗത്തിന് നിങ്ങളെ കുറിച്ചൊരു പാടുണ്ടെന്ന് ഈ പകലാത്മാവിനോട് പറയാൻ പറയുന്നു. ഈ അനേകരെ പറയുന്നു ഇത് അന്ത്യകാലമാണ്, ഒന്നും നടക്കത്തില്ല, വാതിലുകൾ അണഞ്ഞേ കിടക്കത്തുള്ളൂ എന്ന്. വാതിലുകൾ അണഞ്ഞേ കിടക്കത്തുള്ളൂ, വഴികൾ തുറക്കത്തില്ല, ഭരണാധികാരികൾ ഹല്ലേലൂയ പ്രതികൂലമായിരിക്കുന്നു. എന്നാൽ ഈ പലക്കാലം ആത്മാവിൽ പ്രവചിക്കും ഹല്ലേലൂയ ദൈവസഭ പ്രബലപ്പെടുന്ന ഒരു വർഷമാണ്. ദൈവ രാജ്യത്തിന്റെ ശക്തി ദേശങ്ങളിൽ വെളിപ്പെടുന്ന വർഷമാണ് 2019. എത്ര കുംഭമാണ് തടസ്സം നിന്നാലും വഴിയിൽ അവരെ നീക്കിയിട്ട് ദൈവ രാജ്യത്തെ പരിശുദ്ധിയാത്മാവ് വെളിപ്പെടുത്തുന്നു.